நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛൻ ഓഫീസിലേക്ക് നേരത്തെ പോവാണോ? ഓഫീസിലേക്കല്ല, അതിലും വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുകയല്ലേ. അതൊന്ന് തീർത്തെടുക്കണ്ടേ. ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വരാൻ പോവാ. അത് വേണ്ട അച്ഛാ, ഇപ്പൊ അച്ഛമ്മ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. എന്റെ അമ്മ എന്തുകൊണ്ടാ നീ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറയുന്നത്? എന്റെ അമ്മ എന്റെ അടുത്ത് തന്നെ വേണമെന്നാ എനിക്ക് ആഗ്രഹം. എന്താ ഏതാന്ന് നോക്കാതെ നിങ്ങൾ ചെയ്തു വെച്ചതിന് ഞാൻ എന്തിനാ അമ്മയെ പിരിഞ്ഞിരിക്കണം? അച്ഛാ, അച്ഛനും കൂടെ സമ്മതിച്ചിട്ടല്ലേ അഞ്ജനാമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ രീതിയിൽ ഒന്നും സംഭവിക്കാതെ നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് കാര്യങ്ങൾ പരിഹരിക്കണമായിരുന്നു. അത് പറ്റിയില്ലല്ലോ. അച്ഛാ, അച്ഛൻ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണോ? ഇല്ല, നീ അങ്ങനെയൊന്നും കരുതണ്ട. നിങ്ങൾ ഞങ്ങളുടെ മക്കളാ. അപ്പൊ പിന്നെ കുറ്റപ്പെടുത്തുന്ന വാക്കുകളൊന്നും വേണ്ട. ദേഷ്യം വന്നാൽ ഇതുപോലെയൊക്കെ അങ്ങ് പറഞ്ഞു പോവും. ആ, എന്തായാലും ഞാൻ പോയി അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം. അച്ഛമ്മ വന്ന് അഞ്ജനാമ്മയെ കണ്ട പ്രശ്നമാവില്ലേ? അമ്മയെ കൊണ്ടുവന്നാൽ ഉടനെ തന്നെ അവരെ തമ്മിൽ കാണിക്കണ്ട. 1-2 ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയ ശേഷം നമുക്ക് വേണ്ട രീതിയിൽ എല്ലാം പറയാം. അതാ മോനെ നല്ലത്. ഞാൻ ആനന്ദേട്ടനോട് പറഞ്ഞത്, അമ്മ ഇങ്ങനെ മറ്റൊരു വീട്ടിൽ നിൽക്കുന്നത് വലിയ വിഷമമുള്ള കാര്യം അമ്മയുടെ മോളുടെ വീട് തന്നെയാ. എന്നാലും അമ്മ നമ്മുടെ വീട്ടിൽ തന്നെ വേണം. ആ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, ഏട്ടൻ കാപ്പി കുടിക്കുന്നില്ലേ? വേണ്ട, അവിടുന്ന് കുടിക്കാം. ആനന്ദേട്ടൻ അതിന്റെ യുക്തിക്കനുസരിച്ച് എല്ലാം ചെയ്തോളും. എല്ലാം ശരിയാവും മക്കളെ. അല്ല, അഞ്ജന കാപ്പി കുടിക്കാൻ വന്നില്ലേ? രാവിലെ ചായ അങ്ങോട്ട് കൊണ്ടുവന്നാണ്ടോ? എന്തോ അഞ്ജനാമ്മയ്ക്കൊരു മടിയോ പേടിയോ ഒക്കെയാണ്. എത്ര നിർബന്ധിച്ചിട്ടും വന്നില്ല. കനകേച്ചി, അഞ്ജനാമ്മയ്ക്ക് ഭക്ഷണം എടുക്കണേ, മുറിയിൽ കൊണ്ടുപോവാനാ. ഓ ശരി മോളെ. അമ്മേ, അമ്മയും അച്ഛനൊന്നും ഇങ്ങനെ ടെൻഷൻ ആവണ്ട. കാര്യങ്ങളൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്തോളാം. ആർക്കും ഒരു കുഴപ്പം വരാത്ത രീതിയിൽ ഒക്കെ തീർക്കും. മോനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മോന് ദേഷ്യം വരരുത്. അമ്മ ചോദിക്ക്. ആ അഞ്ജനയുടെ സ്വഭാവം എങ്ങനെയാ മോനെ? ആ കമ്മീഷണറുടെ സഹോദരിയല്ലേ, എന്തും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യനല്ലേ? അവരൊരു പാവം അമ്മേ. എന്നാലും മോനെ, കൃഷ്ണമോളെ ആ സ്ത്രീയുടെ കൈ കൊടുക്കരുത്. റാണിയുടെ സ്വഭാവം നമ്മൾ കണ്ടതല്ലേ. എന്തായാലും റാണിയുടെ അമ്മയല്ലേ. ഏയ്, ഒരു കുഴപ്പം വരില്ല അമ്മേ. അവരോട് നമ്മൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് നമുക്ക് പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. എന്താ ചേട്ടാ? അല്ല, അമ്മ പറയുന്നു അഞ്ജന ആന്റിയെ ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും ഒക്കെ. അല്ല മോളെ, ഓരോരുത്തർക്കും ഓരോ അടിസ്ഥാന സ്വഭാവങ്ങൾ കാണില്ലേ? അത് വെച്ച് ആലോചിച്ചപ്പോ പറഞ്ഞതേ ഉള്ളൂ. നേരത്തെ ഞാനും അഞ്ജനയുടെ ഭാഗത്തു നിന്ന് തന്നെ ചിന്തിച്ചത്. പക്ഷെ ഓരോ ദിവസം ചെല്ലും തോറും ആവശ്യമില്ലാത്ത ഓരോ തോന്നലുകൾ മനസ്സിൽ വന്ന് കയറുക. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും നമ്മളാരും മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ലല്ലോ. ഞങ്ങള് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തതാ.
അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെയല്ലേ നന്ദേട്ടന്റെ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഒന്നിനും ഒരു ഉത്തരം കിട്ടിയില്ലല്ലോ മക്കളെ. എന്നെ ചതിച്ചതിന്റെ പുറകിലെ ആളിനെ കുറിച്ച് വൈകാതെ തന്നെ ഒരു വ്യക്തത വരും അമ്മേ. അത് കമ്മീഷണർ അല്ലേ? അത് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ. അയാളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനല്ലേ അഞ്ജന ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അമ്മേ, വസന്തനങ്ങൾ കുറെ ദിവസമായിട്ട് പ്രിയയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. വസന്തനങ്ങളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ പ്രിയയാണ് സ്വാതി കേസിന്റെ പുറകിലുള്ള ബുദ്ധികേന്ദ്രം. അതെ അമ്മേ, വസന്തനങ്ങളിൽ ഏതാണ്ട് കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. മോനെ, കമ്മീഷണർ അല്ല പ്രിയയാണ് ഉത്തരവാദിയെങ്കിൽ ഈ അഞ്ജന ഇവിടെ കൊണ്ടുവന്ന എന്തിനാ? അങ്ങനെയാണെങ്കിൽ അബദ്ധമല്ലേ നമ്മൾ ഈ കാണിച്ചിരിക്കുന്നേ? അല്ല, അന്വേഷിച്ചു വരുമ്പോ കമ്മീഷണറുമായും ഒരു ബന്ധം ഉണ്ടായേക്കും. ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുക. നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണോ? ആനന്ദേട്ടനൊക്കെ പറയും പോലെ അഞ്ജനെ നമുക്ക് ഒരുപോലെ ബുദ്ധിമുട്ടാവുന്ന ഇപ്പൊ എന്റെ പേടി. അമ്മ കുറച്ചു ദിവസം കൂടി തരണം. അതിനിടയിൽ എല്ലാം വ്യക്തമായിട്ട് അമ്മ അറിയിക്കാൻ പറ്റും. എന്തൊക്കെയാണാവോ സംഭവിക്കുന്നത്, ഒന്നും അറിയില്ല. അമ്മ എല്ലാം നല്ല രീതിയിൽ തന്നെയായിരിക്കും അവസാനിക്കുന്നത്. നോക്കൂ.